അന്നു പെയ്ത മഞ്ഞാണവൾ, ഇന്നും എന്നിൽ മായാതവൾ. മുന്നിൽ വന്ന നേരം, കണ്ണെറിഞ്ഞ നേരം, നെഞ്ചിലമ്പ് കൊള്ളും പോലെ. അന്നു പെയ്ത മഞ്ഞാണവൾ, ഇന്നും എന്നിൽ മായാതവൾ. വിടാതെന്നെ വീണ്ടും തലോടുന്നതാരേ, തുലാമാസരാവിൻ ഇളം തെന്നലായേ. നേരെ ഒരുപാടായല്ലോ, ഉറങ്ങുന്നില്ലേ? ആ ഇരിക്കടാ. എന്താ? എടാ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് സംസാരിച്ചിരിക്കാം. ഈ മനസ്സിന് സന്തോഷം വരുമ്പോ ഏറ്റവും വേണ്ടപ്പെട്ടവരോടല്ലേ സംസാരിക്കണ്ടേ? പ്രിയങ്ക കൂടെ ഉള്ളപ്പം അവളെ കണ്ടുകൂടാ, പക്ഷെ പിരിഞ്ഞിരുന്നപ്പം അതിന്റെ വേദന മനസ്സിലായി അല്ലേ? ഇന്ന് പ്രിയങ്കയായിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു. ആ സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ അളവ് പറഞ്ഞാ തീരില്ല. ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഇതൊക്കെ മാറുമെന്ന്. അത് കുഴപ്പമില്ല, ആദ്യം കുറച്ചൊക്കെ തമ്മി തല്ലിയത് മനസ്സിലിരിക്കുന്നത് നല്ലതാ. പിന്നീട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇരുന്ന് ഓർക്കാമല്ലോ. നീ ആരുടെ കാര്യം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ എന്റെ സന്തോഷത്തിന്റെ കാരണം പ്രിയങ്കയല്ല. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഇന്ന് ഞാൻ കണ്ടു. എടാ അവൾ എന്നെ വിട്ട് ഒരിടത്തും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഇന്നത്തെ കാഴ്ച ഈശ്വരന്മാരെ എനിക്ക് വേണ്ടി മാറ്റിവെച്ചത്. അത്രയ്ക്ക് ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ ഇതെന്തൊക്കെയാ പറയണേ? ചുമ്മാ എല്ലാരെയും ദേഷ്യം പിടിപ്പിക്കല്ലേ കേട്ടോ. എടാ അവളെ കണ്ടെത്തിയതിന് ശേഷം ആരുടെ ദേഷ്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഇനി ഒരാളുടെ സങ്കടത്തെ ഞാൻ പരിഗണിക്കുകയില്ല. കാരണം എനിക്ക് അവളുടെ മനസ്സിലൂടെ സഞ്ചരിച്ചേ പറ്റൂ. പാവാടാ, ഒരുപാട് കുരുക്കുകളിലാണ് അവള്. അതുകൊണ്ട് സ്നേഹത്തോടെ ഒന്നും മിണ്ടാൻ പോലും അവൾക്ക് പറ്റില്ല. പതുക്കെ പതുക്കെ എല്ലാ കുരുക്കും അഴിച്ചെടുത്ത് അവളെ സ്വതന്ത്രയാക്കണം. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് അവളോട് പറയണം, എൻ്റെ ഈ ജന്മം അവൾക്കുള്ളതാണ്. ഈ കവിത എഴുതും പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ ഏറ്റവും കൂടുതൽ കവിതകൾ എന്തിനെ കുറിച്ചുള്ളതാ? പ്രണയത്തെക്കുറിച്ച്. അത് എഴുതിയാലും ആർക്കും മതിയാവില്ല. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ ലഹരി ഒരിക്കലും പറ്റില്ല. ഞാനത് അനുഭവിക്കുന്നതല്ലേ ആ പ്രണയത്തിൻ്റെ സുഖം. നീ ചെന്ന് കിടന്ന് ഉറങ്ങണം ബിജു. ബെഡ്റൂമിലേക്ക് പോകുന്നില്ലേ? പോണം. അവിടെ ഇരുന്നാലും എനിക്ക് സ്വപ്നം കാണാൻ വിരോധമൊന്നുമില്ല. എനിക്കിതൊന്നും പിടുത്തം കിട്ടുന്ന കാര്യമല്ല. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാലോ. എടാ ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ലടാ. ദേ എൻ്റെ മനസ്സ് അതിപ്പോൾ ഓക്കെ, 100% ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇതെന്തൊക്കെയായി നടക്കുന്നത്?
ഏതാ പെണ്ണ്? എന്താ പേര്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ മറുപടി അർഹിക്കുന്നതായിരുന്നെങ്കിൽ ഞാനങ്ങ് പറഞ്ഞേനെ. ബിജുവിനോട് സംസാരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. ഓ, ഒളിച്ചു നിൽക്കുന്നതും ഒളിഞ്ഞു കേൾക്കുന്നതും നല്ല ശീലമല്ല. പറയാനുള്ളൊന്നും നേരിട്ട് പറയില്ലല്ലോ, മനസ്സിൽ അടക്കി വെക്കും. അവളെ ഇന്ന് വീണ്ടും കണ്ടൂന്ന്. അവൾ ആരാന്നാ ചോദിച്ചേ? അത് താൻ അറിയേണ്ട കാര്യമില്ല. എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാ, ഒരു മുറിയിലാണ് ഉറങ്ങുന്നത്. ആ, ഇതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം. ഇന്ന് തൻ്റെ വീട്ടിൽ വെച്ച് മാന്യമായ ഒരു കരാറ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഇനിയുള്ള ജീവിതം എങ്ങനെ വേണമെന്നുള്ള ഒരു കരാർ. നമ്മുടെ ജീവിതത്തിന്റെ സ്വകാര്യതകൾ അടുത്ത ആളോട് പറയേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. സോ ഇതെന്റെ പേഴ്സണൽ വിഷയം. അതാരായാലും കണ്ടെത്താൻ എനിക്ക് പറ്റില്ല എന്നാണോ? കണ്ടെത്തിയിട്ട് എന്താ വിശേഷം? ഞാൻ അവളെ കണ്ടെത്തുന്നത് മാത്രമാണ് വിശേഷം. അത് സാധിച്ചു. പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോ അതാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട. പക്ഷെ ഒരു കാര്യം ഓർത്തോ, മനസ്സിൽ വെച്ച് പൂജിക്കുന്ന ആ വിഗ്രഹം താഴെ വീണ് ഉടയാനുള്ളതാ. പ്രിയങ്ക, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കുറച്ചു മുൻപേ പറഞ്ഞല്ലോ സ്ത്രീകളുടെ സ്വഭാവം. ആ ശരിയാ, ഞാൻ അല്പം സ്വാർത്ഥതയും അസൂയൊക്കെ ഉള്ളവളാ. നിങ്ങളെ സ്നേഹിക്കുന്നവളെന്ന് പറഞ്ഞാലേ എന്നെ കബളിപ്പിച്ചോളന്നല്ലേ? അപ്പൊ പിന്നെ അവളെ വെറുതെ വിടാൻ എനിക്ക് പറ്റുമോ? പറഞ്ഞ കരാറിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറണ്ട. മാറി അങ്ങനെ പോയാ എന്റെ പെരുമാറ്റം നീ സഹിക്കില്ല. നമുക്ക് കാണാം. എന്നെ മാത്രമല്ലല്ലോ, ഇവിടെയുള്ള എല്ലാവരെയും വിട്ടുകളാക്കല്ലേ. ആ, ഇത് എത്ര ദൂരം മുന്നോട്ട് പോകുന്ന ഞാൻ കാണിച്ചു തരാം. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം പോകും. അതിൽ നിനക്കൊരു സംശയം വേണ്ട. എന്താ എന്താ ഇവിടെ നിൽക്കുന്ന? അത് നിങ്ങൾ ഉറങ്ങിയോന്നറിയാം. നാണമില്ലേ ഏട്ടത്തിക്ക് അനുജന്റെ ബെഡ്റൂമിന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കാൻ? അല്ല, ഞാനേ വരുൺ ഉറങ്ങിയിട്ടില്ലെങ്കിൽ സൂര്യയുടെ ഒരു കാര്യം പറയാൻ വന്നായിരുന്നു. എങ്കിൽ ചെന്ന് പറയാൻ. അല്ലെങ്കിലേ ഇപ്പൊ വേണ്ട, ഞാനേ നാളെ രാവിലെ ഒന്ന് പറഞ്ഞോളാം. ഓ, പെട്ടെന്ന് ആവശ്യം തീർന്നു അല്ലേ? ഏത് സമയത്തും ആഡംബരത്തെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ സംസാരിക്കുമല്ലോ. ഇത്തരം പ്രവർത്തികൾ കൾച്ചറിന്റെ ഭാഗമാണോ? എടി, നീയേ കൂടുതൽ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, ഞാനേ പോവാ. പിന്നെ നീയേ കണ്ടുപിടിക്കേണ്ടതൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴേ എന്റെ ആവശ്യം നിനക്ക് വരും. മോശം. ഹലോ പ്രിയേ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്റെ ഉറക്കം കളയാൻ ചിലർ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. എന്തേ, നീ തിരിച്ചു വന്നപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആരെങ്കിലും നിന്നോട് മോശമായിട്ട് പെരുമാറിയോ? ഇവിടെ ആരും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷെ ചേച്ചി എന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോന്ന് അറിയാനാ ഞാനിപ്പോ വിളിച്ചത്. ഞാനെന്ത് ചെയ്തു? വിവാഹ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടിയെന്നല്ലാതെ വരുണുമായിട്ട് ചേച്ചിക്ക് എന്താ ബന്ധം? ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലായിരുന്നോ? മറുപടി പറ. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ? പ്രിയേ, നീ ഫോൺ വെച്ചോ? ഇല്ല. ഇതിന് മറുപടി പറ. എല്ലാവരുടെ മുന്നിൽ നല്ലവള് ചമയുന്നുണ്ടല്ലോ. അടക്കോ ഒതുക്കോ ഉള്ളവളെന്ന് പേര് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഇതാണോ നിങ്ങളുടെ ഉദ്ദേശം? പ്രിയ, നീ ഫോൺ വെക്കേ. രാത്രിയും ശബ്ദം കേട്ട് അച്ഛനും അമ്മയും മുത്തശ്ശിയും വന്നു കഴിഞ്ഞാ ഇന്നത് പ്രശ്നവും. എല്ലാവരും വരട്ടെ, എല്ലാരും കേക്കട്ടെ. അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്.
വരുൺ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ചേച്ചിയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിത് കണ്ടുപിടിക്കും. എന്നിട്ട് എന്റെ സംശയം ശരിയാണെങ്കിൽ ജീവനോടെ വെക്കില്ല ഞാൻ. ഹലോ ഹലോ, The person you are calling is currently busy. Please call again later. ഹലോ, രാധികെ, ഞാൻ വരുണാണ്. രാധികെ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ രാധികെ, എന്തിനാ എന്നെ വിളിച്ചേ? എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നേ? എന്നോടൊന്നും സംസാരിക്കണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. എന്റെ ശബ്ദം കേൾക്കണ്ടെന്ന് നീ പറഞ്ഞാലും നീ അതിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാഹചര്യങ്ങൾ എത്ര അകറ്റി നിർത്തിയാലും നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, എന്റെയും നിന്റെയും മനസ്സിലുള്ള ഇഷ്ടം. എത്ര കാലം നിനക്കത് മൂടി വയ്ക്കാൻ പറ്റും? ജീവിതം ഒന്നേ ഉള്ളൂ, കുറച്ചു കാലമേ ഉള്ളൂ. അത് സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കണ്ടേ? ദയവായിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വാക്കുകൾ കൊണ്ട് നിഷേധിക്കാൻ നിനക്ക് എളുപ്പമാണ്, പക്ഷെ മനസ്സുകൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല. തന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതെനിക്കറിയാം. എനിക്ക് വരുണെ കാണണം, സംസാരിക്കണം. എനിക്കതാ വേണ്ടത്. ഞാൻ വരാം, നമുക്ക് സംസാരിക്കാം. എവിടെ? ആ ക്ഷേത്രത്തിനടുത്ത്, ആ കുളക്കടവില്. ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി, ഞാൻ വരാം. നാളത്തോടെ എല്ലാം അവസാനിപ്പിക്കണം. വരുണ്ട മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇനി അവശേഷിക്കാൻ പാടില്ല. എനിക്ക് ധൈര്യം തരണേ കൃഷ്ണ. എന്തു പറ്റി നിങ്ങൾക്ക്? കുറെ നേരം ആയല്ലോ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട്.
കണക്കൂട്ടലുകളൊക്കെ പൊളിഞ്ഞു പോയതിന്റെ പേരിലായിരിക്കും അല്ലെ ചെറിയച്ച? അല്ലെങ്കിലും നമ്മൾ എപ്പോഴാ വിജയിച്ചിട്ടുള്ളത്? അതിനുള്ള ചുണയുള്ളവർ നമ്മുടെ കൂടെ വേണ്ടേ? കൽപ്പന വെറുതെ അനാവശ്യം പറയരുത്. വല്യച്ഛനെ ഇല്ലാതാക്കാൻ എന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ആ ഹോസ്പിറ്റലിൽ എത്ര റിസ്ക് എടുത്താണ് ICUവിൽ കയറിയെന്നറിയോ? അതിനു പുറകെ ആ നാശം പിടിച്ച പെണ്ണ് വന്ന് കയറുമെന്ന് ആരെങ്കിലും കരുതിയോ? അവിടെ നിന്ന് പിടികൊടുക്കാതെ രക്ഷപ്പെട്ട കാര്യം എനിക്കേ അറിയൂ. എന്നെ കാണുമ്പോ വല്യമ്മ നോക്കുന്ന നോട്ടെ സംശയത്തോടു കൂടിയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തു പറഞ്ഞാലും ഒരു തമ്മിത്തല്ല്. അതിനേക്കാൾ വലിയ കാര്യങ്ങളാ സംഭവിച്ചിരിക്കുന്നത്. ചെറിയച്ഛൻ കാര്യം എന്താന്ന് പറ. ഏട്ടൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ കമ്പനി കാര്യങ്ങളിൽ പുതിയ ടീമുമായിട്ട് ചില ഡീലുകൾ ഉണ്ടാക്കി. അത് നമുക്ക് ഗുണമുണ്ടാവുന്ന കാര്യമായിരുന്നു. ബോധം തെളിഞ്ഞ് വീട്ടിലെത്തിയതും ഏട്ടൻ ആദ്യം അത് ക്യാൻസൽ ആക്കുക ചെയ്തത്. എന്നിട്ട് പിന്നെന്തായിരിക്കും? കുറെ പഴംപുരാണങ്ങള്, വാക്കുമാറാത്ത ശീലത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങള്. നോക്കിക്കോ, അവസാനം ഞാൻ തന്നെയായിരിക്കും ആ മനുഷ്യനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത്. ഒന്ന് മിണ്ടാതിരിക്കെ ചെറിയച്ഛ. അച്ഛന്റെ കഴുത്തിലൊക്കെ ചെറിയച്ഛന്റെ കൈ എത്തില്ല. കൈ വിറയ്ക്കും. പക്ഷേ എനിക്ക് ഇന്നലെ ഒരു കാര്യം തെളിവോടെ കിട്ടിയിട്ടുണ്ട്. വരുണും പ്രിയങ്കയും തമ്മില് ഒരു അഡ്ജസ്റ്റ്മെന്റാ നടക്കുന്നത്. പ്രിയങ്കയെ വരുൺ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതേ അവര് തമ്മിലുള്ള എന്തോ കരാറിന്റെ പുറത്താ. അതെ ചെറിയമ്മ, കരാറ് തന്നെ. വരുണിനോട് അച്ഛൻ ആവശ്യപ്പെട്ടതാണല്ലോ പ്രിയങ്ക ഇവിടെ ഉണ്ടാവണമെന്ന്. മുത്തശ്ശിയാണെങ്കിൽ ചത്തുകളയുമെന്ന് പറഞ്ഞു. തൽക്കാലം അതൊന്നും സംഭവിക്കാതിരിക്കാൻ വരുണിന്റെ ഒരു മുൻകരുതല്. ഇപ്പോഴത്തെ സാഹചര്യത്തിലും പാവം അച്ഛന്റെ ഏറ്റവും വലിയ പ്രശ്നം വരുണിന്റെയും പ്രിയങ്കയുടെയും വിവാഹ ജീവിതമല്ലേ. അത് തകർച്ചയിലാണെന്ന് വ്യക്തമായാലേ അച്ഛൻ വീണ്ടും വീടില്ലേ. ഇനിയൊരു വീഴ്ച അച്ഛൻ താങ്ങില്ലെന്ന് ഡോക്ടർമാർ ഉറപ്പു പറഞ്ഞല്ലേ. അപ്പൊ പിന്നെ കൊലപാതകികളാകാതെയുള്ള മാർഗം നമ്മുടെ മുമ്പിലില്ലേ? കൽപ്പന, നീ പറഞ്ഞത് നേരാ. ഏട്ടനെ പോലുള്ള ആളുകളുടെ നെഞ്ചത്ത് കഠാര ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. കുടുംബ പ്രശ്നങ്ങൾ കുത്തിയിറക്കണം. വരുണിന്റെ ജീവിതം അതിന് കൊള്ളാം. പക്ഷേ ഇനി ഇതാർക്കെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ പിഴവ് പറ്റില്ലെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പു വേണം. കൽപ്പന, നീ എന്തു പറഞ്ഞാലും ഈ കാര്യത്തില് ഞാൻ കേൾക്കും. എനിക്ക് നിന്റെ അത്ര ബുദ്ധിയൊന്നുമില്ല. അതമ്മ പേടിക്കണ്ട. ബുദ്ധിയുടെ കാര്യത്തില് കൽപ്പനയെ മറികടക്കാൻ ആരുമില്ല. എങ്കിൽ ശരി, ഈ നിമിഷം മുതൽ നമ്മളെല്ലാവരും അവരുടെ ബന്ധം വാച്ച് ചെയ്യാൻ തുടങ്ങാം. ചെറിയ ചെറിയ സൂചനകള് അച്ഛനും മുത്തശ്ശിക്കും കൊടുക്കണം. ഒടുവില് ഒരു കൂട്ടിപ്പിടുത്തം. എന്നിട്ടതൊരു കൂട്ടക്കരച്ചിലാവോ നോക്കാം. തകർന്നു പോട്ടെ എല്ലാവരുടെയും ബന്ധങ്ങള്. ഇന്നത്തോടെ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. തിരിച്ചു മടങ്ങുമ്പോൾ അവൾ എൻ്റെ കൂടെ വേണം. ക്ഷേത്രക്കുളത്തിനടുത്തേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് ചേച്ചി തന്നെയായിരിക്കും.
അതറിഞ്ഞേ പറ്റും.